الحمد لله رب العالمين نشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فلاقتحم العقبة وما أدراك ما العقبة فك رقبة أو إطعام في يوم ذي مسغبة يتيما ذا مقربة أو مسكينا ذا متربة ثم كان من الذين آمنوا وتواصوا بالصبر وتواصوا بالمرحمة أولئك أصحاب الميمنة صدق الله العلي العظيم صدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين فإنه شمس فضل هم كواكبها يظهرن أنوارها ഓ സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, നീണ്ട ഒരു പ്രസംഗം ഈ സമയത്ത് നടത്തുന്നില്ല. ഞാൻ കർണാടക സ്റ്റേറ്റിൽ നാളെ ഒരു ചെറിയ ഹർത്താലോ പണിമുടക്കോ ബന്ധോ എന്തോ ഉണ്ടെന്ന് കേട്ടു. നാളെ രാവിലെ 10 മണിക്ക് ഇവിടുന്ന് പോകുമ്പോൾ ഒരു സ്ഥലത്ത് ഒരു പരിപാടിയിൽ പങ്കെടുക്കാം എന്ന് ഏറ്റിരുന്നു. വളരെ നിർബന്ധം പറഞ്ഞുകൊണ്ട് ഏറ്റതാണ്. അപ്പൊ അവിടെ നാളെ പങ്കെടുക്കാൻ കഴിയാത്തത് കൊണ്ട് ഇന്ന് രാത്രി ഒരു 10 മണിക്ക് അവിടെ പങ്കെടുക്കാം എന്ന് നമ്മുടെ ഹസനി ഉസ്താദിനോട് സമ്മതം ചോദിച്ചു. ഒരു സമ്മതം തന്നപ്പോ ഞാൻ അവരോട് വാക്ക് പറഞ്ഞിരുന്നു. ഇപ്പൊ സമയം 10 മണി ആയല്ലോ. അതുകൊണ്ട് നീണ്ട ഒരു പ്രസംഗം ഇപ്പോൾ നടത്തുന്നില്ല. അവിടെ ഒന്ന് പങ്കെടുത്തുകൊണ്ട് കുറെ ദൂരെ പോയി ഇങ്ങനെ UAE-യിലൊക്കെ പോയിട്ട് മടങ്ങി വരണം. 22-ാം തീയതി ഉള്ളാളത്ത് വയത് പറയാൻ തിരിച്ചെത്തുകയും വേണം. അതുകൊണ്ട് ഇപ്പോൾ നീണ്ട സമയം പ്രസംഗിക്കുന്നില്ല. മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രചരിപ്പിച്ച പ്രകാശങ്ങൾ, യഹ്ദില്ലാഹു ലിനൂരിഹി മൻ യശാ, അല്ലാഹു ഉദ്ദേശിച്ചവരെ അല്ലാഹു തആല അവന്റെ പ്രകാശത്തിലേക്ക് വഴിതിരിക്കും എന്ന് ഖുർആൻ പറഞ്ഞു. ആ പ്രകാശം ഹിദായത്തിന്റെ, സന്മാർഗത്തിന്റെ പ്രകാശമാണ്. ഹുവല്ലദീ അർസല റസൂലഹു ബിൽ ഹുദാ, അൻവാറുൽ ഹുദ എന്ന അൽ ഹുദ പരിശുദ്ധ ഖുർആൻ പറഞ്ഞ അൽ ഹുദയാണ്. ഹുവല്ലദീ അർസല റസൂലഹു ബിൽ ഹുദ, സന്മാർഗവുമായി അല്ലാഹുവിന്റെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു തആല പറഞ്ഞയച്ചു. ആ അൽ ഹുദ, സന്മാർഗം, അതിന്റെ പ്രകാശങ്ങൾ, അതാണ് അൻവാറുൽ ഹുദ, സന്മാർഗത്തിന്റെ പ്രകാശങ്ങൾ. അത് കൊടകിലും കൊടകിന്റെ പരിസരങ്ങളിലും വിതരണം ചെയ്യുക എന്നതാണ് ഈ മഹത്തായ സ്ഥാപനത്തിന്റെ ലക്ഷ്യം. അൽഹംദുലില്ലാഹ്, ഈ കൊടകിലുള്ള എല്ലാ നല്ലവരായ ജനങ്ങളും, മുസ്ലിങ്ങളും അമുസ്ലിങ്ങളും, ഈ മഹത്തായ സ്ഥാപനവുമായി സഹകരിക്കുന്നു, ഈ മഹത്തായ സ്ഥാപനത്തെ ശക്തിപ്പെടുത്തും. കൊണ്ടുവരുന്നത് വെള്ളം വരാനല്ല, നല്ലൊരു സമ്മാനം
എല്ലായിടത്തും കൊണ്ടുപോകണം. എല്ലാവരും നല്ല സംഭാവന കൊടുത്തേക്കണം. സംഭാവന കയ്യിൽ വാങ്ങാൻ മാത്രം സമയം ഇല്ല. അതുകൊണ്ട് എല്ലാവരും ബക്കറ്റിൽ നല്ല സംഭാവന കൊടുത്തേക്കണം. നമ്മളെ മുഹമ്മദ് ഉസ്താദ് എടപ്പലം അല്ലാഹു തആല അദ്ദേഹത്തിന് ദീർഘായുസ്സും ആഫിയത്തും ഹിമ്മത്തും തൗഫീഖും ഏറ്റിക്കൊടുക്കട്ടെ. വിരാജപേട്ടയിൽ ആദ്യമായി എന്നെ കൊണ്ടുവന്നത് അദ്ദേഹമാണ്. ഇപ്പോഴും ഇവിടെ സുന്നത്ത് ജമാഅത്തിൽ ഈ സമയത്തും നല്ല ധീരമായി നേതൃത്വം കൊടുക്കുന്നത് അദ്ദേഹം തന്നെയാണ്. അദ്ദേഹം എന്നോട് ചോദിച്ചു, കൈ പിടിക്കാൻ ചിലർ ഞാൻ കൈ വലിച്ചു കളഞ്ഞു. ഇപ്പൊ എന്നോട് ചോദിച്ചു, വേറെ മൂക്കിന്റെ ബർക്കത്ത് എമ്മക്ക് കിട്ടൂലേ, എന്തിനാ കൈ ഇപ്പം കൊടുക്കാതിരിക്കുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, മൂക്കിന്റെ ബർക്കത്ത് ആവശ്യം, പക്ഷെ എന്റെ കൈക്ക് ചെറിയ വേദന ഉണ്ട്, അതുകൊണ്ട് ഓരോരുത്തർ പിടിച്ച് വലിക്കുമ്പോൾ എനിക്ക് വേദനയാണ്, അതുകൊണ്ടാണ് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത് അതുകൊണ്ട് തന്നെ കയ്യിൽ സംഖ്യ വാങ്ങുമ്പോൾ ചിലർ സ്നേഹം കൂടുതലുള്ളവർ നല്ലോണം പിടിച്ച് ഞെക്കും, അപ്പൊ നല്ലോണം വേദനയാവും. അതുകൊണ്ട് ബക്കറ്റിലായ പിന്നെ അത് പേടിക്കണ്ട. എല്ലാവരും നല്ല സംഭാവന ബക്കറ്റിൽ കൊടുത്തേക്കണം. അല്ലാഹു തആല എല്ലാവർക്കും ഖൈർ ചെയ്യട്ടെ. അല്ലാഹു തആല ഒരിക്കലും കൊടുത്തതുകൊണ്ട് ഒരാളുടെ സ്വത്തും ചുരുക്കിക്കളയൂല. ഇവിടെ അൽഹംദുലില്ലാഹ് എന്തൊരു സന്തോഷമാണ്. നല്ല സുന്ദരമായൊരു പള്ളി. എടപ്പല ഉസ്താദ് പറഞ്ഞ പോലെ കേരളത്തിൽ നിന്ന് കയറി വരുമ്പോ ഈ പള്ളിയുടെ മിനാരം കണ്ടാൽ തന്നെ മനസ്സിന് സമാധാനമായി. അതോടുകൂടെ വലിയൊരു സ്ഥാപനം അല്ലാഹു തആല അത് ഉയർത്തി വളർത്തിത്തരട്ടെ. നല്ല ഒരു വിശാലമായൊരു മൈതാനി ഒക്കെ അല്ലാഹു തആല തന്നു. ഇനിയും അല്ലാഹു തആല ഈ സ്ഥാപനവും അതുപോലെ നമ്മുടെ കൊട്ടമ്പടിയിലുള്ള സ്ഥാപനവും അതുപോലെ ഇവിടെ ഈ കൊടകിൽ എവിടെയെല്ലാം സുന്നത്ത് ജമാഅത്തിന്റെ സ്ഥാപനങ്ങളുണ്ടോ അതെല്ലാം, ലോകത്തെവിടെയെല്ലാം ഉണ്ടോ അതെല്ലാം അല്ലാഹു തആല പുരോഗമിപ്പിച്ചു തീർമാറാകട്ടെ. എല്ലാം അൽ മുസ്ലിമു ലിൽ മുസ്ലിമി കൽ ബുനിയാനി യസുദ്ദു ബഅ്ദുഹു ബഅ്ദാ. ഒരു മുസ്ലിം വേറൊരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഒരു ബിൽഡിംഗിന്റെ ഭാഗങ്ങൾ പോലെയാണ്, ഒന്ന് മറ്റൊന്നിനെ ശക്തിപ്പെടുത്തുകയാണ്. അങ്ങനെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ ശക്തിപ്പെടുത്തുന്ന പ്രവർത്തനങ്ങൾ നമുക്ക് വിതരണം ചെയ്യാനുള്ളത് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിതരണം ചെയ്ത പ്രകാശങ്ങളാണ്. അത് ഇൽമിന്റെയും തഖ്വയുടെയും പ്രകാശങ്ങളാണ്. മഹാനായ ശൈഖുനാ സുൽത്താനുൽ ഉലമാ ഉസ്താദ് അവറുകൾ അതാണ് നമ്മെ ഉത്ബോധിപ്പിച്ചിട്ടുള്ളത്. ഇൽമ് പ്രചരിപ്പിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുമ്പോൾ പൂർവ്വകാലത്തുള്ള പണ്ഡിതന്മാർക്ക് ഉണ്ടായ അനുഭവങ്ങൾ നമുക്കും ഉണ്ടാകും, അത് സ്വാഭാവികമാണ്. അമ്പിയാക്കൾക്കുണ്ടായ അനുഭവങ്ങൾ നമുക്കുണ്ടാകും, അത് സ്വാഭാവികമാണ്. അത് വളരെ സംതൃപ്തിയോടുകൂടി നാം ഏറ്റെടുക്കുകയും സ്വീകരിക്കുകയും ചെയ്തുകൊണ്ട് ദീനിന്റെ പ്രവർത്തനം നടത്തും. മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, അക്രിമു അസ്ഹാബി, എന്റെ സഹാബികളെ നിങ്ങൾ ആദരിക്കണം. കാരണം അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് പ്രകാശം നീരിൽ ഏറ്റുവാങ്ങിയത് അവരാണ്. സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും, പിന്നെ അവരോടടുത്തവരും അവരോടടുത്തവരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വലിയ ബർക്കത്തുണ്ട്. ആ ബർക്കത്ത് നമുക്കിപ്പോൾ പറഞ്ഞ് വിശദീകരിച്ചു തീർക്കാൻ കഴിയുന്ന ബർക്കത്ത് അല്ല. ലോകത്ത് ഏത് ഔലിയാക്കളുണ്ടായാൽ സഹാബികളുടെ സ്ഥാനം അവർക്കില്ല. എന്താണ് സഹാബത്തിന്റെ സ്ഥാനം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശ്വസിച്ച വായു, ആ വായുവുള്ള അന്തരീക്ഷത്തിൽ ഒരു സെക്കൻഡ് സമയം ഈമാനോടുകൂടി ഒരുമിച്ച് കൂടി എന്നതാണ്. ഇബ്നു ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹുവിന് രണ്ട് കണ്ണിനും കാഴ്ചയില്ല, അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖം കണ്ടിട്ടില്ല. പക്ഷേ സ്വഹാബിയാണ്, വലിയ ബഹുമാനമാണ്. കാരണം നബി തങ്ങൾ എവിടെയാണോ ഉണ്ടായിരുന്നത് ആ സദസ്സിൽ ഈമാനോടുകൂടി ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. ഈമാനോടുകൂടി ഒരുമിച്ച് കൂടുമ്പോഴാണ് ഫലം. തീപ്പെട്ടിയും കൊള്ളിയും, തീപ്പെട്ടിയുടെ കൊള്ളിയുടെ തലക്കും മരുന്ന് വേണം, തീപ്പെട്ടിയുടെ സൈഡിലും മരുന്ന് വേണം. അത് രണ്ടും തമ്മിൽ ഉരസുമ്പോഴാണ് അവിടെ കത്തുന്നത്. ഇതുപോലെ ഈമാനും തമ്മിൽ ബന്ധപ്പെടുമ്പോഴാണ് ഈമാൻ വർദ്ധിക്കുന്നത്. ഈമാൻ ഇല്ലാത്ത സ്ഥലത്ത് അബൂജഹൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ സഹസ്ര പങ്കെടുത്തിട്ടുണ്ട്, അതുകൊണ്ട് കാര്യം കിട്ടിയിട്ടില്ല. കാരണം കൊള്ളിമേൽ മരുന്നില്ല. കൊള്ളിമേൽ മരുന്നില്ലാതെ ഇങ്ങനെ വലിയ കത്തു, അത് കത്തൂല. അപ്പൊ ബർക്കത്ത് എന്ന് പറയുന്നത് അത് ലഭിക്കുന്നത് ഈമാൻ ഉള്ളവർക്കാണ്. ആ ബർക്കത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബർക്കത്ത് സാധാരണ ബർക്കത്തല്ല. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട സ്വഹാബത്ത് അവിടുന്ന് ഒതുവെടുത്ത് തീരുമ്പോൾ ഒതുവെടുത്താൽ ഉറ്റി വീഴുന്ന വെള്ളം അത് നിലത്ത് വീഴാൻ അനുവദിക്കാറില്ല. അവിടുന്ന് ഒതുവെടുത്ത് വീഴുന്ന വെള്ളം അത് കിട്ടാൻ വേണ്ടി ഉന്തും തിരക്കും കൂട്ടി ഏറ്റുവാങ്ങിയിട്ട് ഇമാം ബുഖാരി റിപ്പോർട്ട് ഹദീസിൽ കാണാം,
അവർ ശരീരത്തിൽ തൊട്ട് പുരട്ടുകയാണ്. കിട്ടാത്തവർ യഖുദു മിൻ ബലദി അഖീഹി, കിട്ടിയവരുടെ കയ്യിൽ തൊട്ട് പുരട്ടുകയാണ്. എന്താണ് സഹാബത്തിന്റെ ബഹുമാനം? സുബ്ഹാനല്ലാഹ്. ഇതേപോലെയാണ് സുമ്മല്ലദീന യലൂനഹും, അവരോടടുത്തവർ. സുമ്മല്ലദീന യലൂനഹും, അവരോടടുത്തവർ. സഹാബികളുമായി അടുത്തവർക്ക് ബർക്കത്താണ്, അവരോടടുത്തവർക്ക് ബർക്കത്താണ്. മഹാന്മാരുമായും മഹത്വമുള്ളതുമായും അടുക്കുന്നവർക്കെല്ലാം ബർക്കത്താണ്. സുബ്ഹാനല്ലാഹ്. ഇപ്പോൾ പറയാൻ സമയം ഇല്ല. ബിശ്ർ ഇബ്നുൽ ഹാരിസ് റളിയല്ലാഹു അൻഹുവിനോട് ഒരാൾ ചോദിച്ചു, നിങ്ങൾക്ക് വലിയ പ്രശസ്തിയാണല്ലോ ആൾക്കാരുടെ ഇടയിൽ, നിങ്ങളെ പേര് ഒരു നബിന്റെ പേര് പോലെ ആൾക്കാർ വളരെ ബഹുമാനിച്ച് പറയുന്നത് എന്തേ? മൂപ്പര് പറഞ്ഞു, ഞാന് ആദ്യം വളരെ മോശമായി, എനിക്ക് പണി തന്നെ വേറുള്ള കുറ്റം പറയും, പിന്നെ ഞാൻ വലിയ പക്ഷപാതിയായിരുന്നു, പ്രത്യേക പക്ഷപാതിയായിരുന്നു. ഒരു ദിവസം ഞാനിങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു സ്ഥലത്തൊരു കഷ്ണം കടലാസ്, ആ കടലാസ് ഞാൻ എടുത്തു നോക്കുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നാണ് ആ കടലാസിലുള്ളത്. ഈ കടലാസ് നിലത്ത് വീണതിൽ എനിക്ക് വല്ലാത്ത വേദനയായി. ഞാൻ ആ കടലാസ് എടുത്ത് നന്നായി തുടച്ചതിന് ശേഷം ഞാൻ കീശയിലിട്ടു. ഞാൻ നേരെ ഒരു അസ്ത്ര കച്ചവടക്കാരന്റെ സമീപത്തിൽ, എന്റെ അടുത്ത് ആകെ 2 ദിർഹമേ ഉള്ളൂ. ഞാൻ ആ 2 ദിർഹം കൊടുത്ത് ഒരൽപ്പം അസ്ർ വാങ്ങി. എന്നിട്ട് ഈ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നെഴുതിയ നിലത്ത് വീഴുന്ന കടലാസ്, ആ കടലാസിന്റെ മേലെ ഞാൻ പുരട്ടി. അന്ന് രാത്രി ഞാൻ ഉറങ്ങുമ്പോൾ ഞാൻ കേട്ടു ഒരു വാക്ക്, നിങ്ങൾ എന്റെ പേരിനെ വളരെയേറെ സുഗന്ധം പൂശി ആദരിച്ച് ബഹുമാനിച്ചിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങളെ പേര് ജനങ്ങൾക്കിടയിൽ ഞാനും നന്നാക്കി വെക്കും എന്ന് ഞാൻ കേട്ടു. അന്ന് മുതൽ എന്റെ മനസ്സിന് തന്നെ വലിയ മാറ്റമാണ്. എന്നെ ജനങ്ങൾ അംഗീകരിക്കുകയാണ്, ജനങ്ങൾ ബഹുമാനിക്കുകയാണ്, ജനങ്ങൾ സ്വീകരിക്കുകയാണ്. സുഹൃത്തുക്കളെ, അല്ലാഹു ബഹുമാനിച്ചതിനെ ബഹുമാനിക്കണം. യഹ്യ ഇബ്നു അഖ്സം റളിയല്ലാഹു അൻഹു ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ ഉസ്താദാണ്. ലോകം മുഴുവനുള്ള മുസ്ലിമീങ്ങൾ അംഗീകരിക്കുന്ന ഗ്രന്ഥമാണ് സഹീഹുൽ ബുഖാരി. ആ സഹീഹുൽ ബുഖാരി രചിച്ച ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഉസ്താദ് യഹ്യ ഇബ്നു അഖ്സം റളിയല്ലാഹു അൻഹു മഹാനവറുകളോട് മഅ്മൂൻ രാജാവ് പറഞ്ഞു, എനിക്കൊരു നിലക്കും വിശ്വാസമില്ലാത്തവരാണ്. അലാ ദലീല അലാ സിദ്ഖിർ റജുൽ, അയാൾ പറയുന്നത് സത്യമാണെന്നതിന് ഒരു തെളിവില്ല. വലൈസ ഇൻദീ ബിസിഖത്തിൻ, അദ്ദേഹം എന്റെ അടുക്കൽ വിശ്വാസയോഗ്യനുമല്ല. അങ്ങനത്തെ ഒരാൾ എന്റെ അടുക്കൽ വരും. അയാൾ വന്നിട്ട് പറയുന്നു, ഹാദാലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്തൊക്കെ ഒരു സാധനം കാണുന്നു, ഇത് റസൂലുള്ളാഹിന്റേതാണ് എന്ന് പറയും. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേതാണ്, അല്ലെങ്കിൽ ഇത് റസൂൽ സല്ലല്ലാഹു നിങ്ങൾ കുടിച്ച വെള്ളം കുടിച്ചതിന്റെ ആ വെള്ളം കുടിച്ച പാത്രമാണ്, അല്ലെങ്കിൽ ഈ മരക്കഷ്ണം നബി തങ്ങൾ തൊട്ടതാണ്, അല്ലെങ്കിൽ ഇത് അല്ലാഹുവിന്റെ റസൂലിന്റേതാണെന്ന് പറയും. അയാൾ ഒരു നിലക്കും വിശ്വാസയോഗ്യനല്ല. അയാൾ സത്യമാണ് പറയുന്നതിന് ഒരു തെളിവില്ല. പക്ഷെ എന്റെ സ്വഭാവം എന്താണ്? ലാ അന്നീ ബിഫറത്തിൽ നിയ്യതി വൽ മഹബ്ബ, എനിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അങ്ങേയറ്റത്തെ സ്നേഹമാണ്, അതുകൊണ്ട് നബി തങ്ങളുടേതാണെന്ന് ഒരു നിലക്കും വിശ്വസിക്കാൻ പറ്റാത്ത വ്യക്തി പറഞ്ഞാൽ പോലും അല്ലാഹുവിന്റെ റസൂൽ തൊട്ടതാണെന്നോ അവിടുത്തേതാണെന്നോ എന്നോട് പറഞ്ഞാൽ 1000 സ്വർണ്ണ നാണയം കൊടുത്തിട്ടാണെങ്കിലും ഞാൻ അതിങ്ങ് വാങ്ങും. ഞാനതെന്റെ കണ്ണിന്റെ മേലെ വെക്കും, കവിൾത്തടത്തിൽ വെക്കും, ചുംബിക്കും. ഈ കൊണ്ടുവന്ന വ്യക്തിയോ പറഞ്ഞാളോ വിശ്വാസയോഗ്യനല്ല. അദ്ദേഹം പറഞ്ഞത് സത്യമാണെന്നതിന് വേറെ ഒരു തെളിവും ഇല്ല. അദ്ദേഹം പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അയാൾ വിശ്വാസയോഗ്യനുമല്ല. പക്ഷേ ഹബീബായ നബി തങ്ങളുടേതാണെന്ന് കേട്ടാൽ എന്തും കൊടുത്തു വാങ്ങിയിട്ട് ഞാനത് കഴുകി വെള്ളം ബർക്കത്തിന് വേണ്ടി ഉപയോഗിക്കും. അതാണ് എന്റെ പതിവെന്ന് മഅ്മൂൻ രാജാവ് ബഹുമാനപ്പെട്ട യഹ്യ ഇബ്നു അഖ്സം റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞപ്പോ അങ്ങനെ തന്നെയാണ് ഹബീബായ നബി തങ്ങളോട് സ്നേഹം പ്രകടിപ്പിക്കേണ്ടത് എന്നതിനാൽ യഹ്യ ഇബ്നു അഖ്സം റളിയല്ലാഹു അൻഹു അതിന് അംഗീകാരം കൊടുക്കുന്നു. അതാണ് സുന്നത്ത് ജമാഅത്ത്. അവരെല്ലാം ആദ്യത്തെ 3 നൂറ്റാണ്ടിൽ ജീവിച്ച മഹാന്മാരാണ്. അതിന്റെ ശേഷം വരുന്ന ആളുകളെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സുമ്മയദ്ഹറുൽ കദിബു, പിന്നെ കള്ളത്തരങ്ങൾ ഇങ്ങനെ വെളിവാകുന്ന കാലം. ഹത്താ ഇന്ന റജുല ലാ യഹ്ലിഫു വലാ യസ്തഹ്ലഫ് വയസ്അദു വലാ യസ്തശാദ്. ആരും ആവശ്യപ്പെടാതെ സാക്ഷി പറയാൻ ആളുണ്ടാവും, ആവശ്യപ്പെടാണ്ട് സത്യം ചെയ്യാൻ ആളുണ്ടാവും, അതിനൊക്കെ ആളുണ്ടാവും. അതിന്റെ ശേഷമുള്ള കാലം എങ്ങനെ? ആദ്യത്തെ 3 നൂറ്റാണ്ടിൽ ജീവിച്ച മഹാന്മാർ. ആ മഹാന്മാരെ ശൈലിയും നയവും സ്നേഹവും ബഹുമാനവും ആദരവും എന്താണോ അതാണ് സുന്നത്ത് ജമാഅത്തിന്റെ ആദരം.
അത് മുറുകെ പിടിച്ച് ജീവിക്കുന്ന ഒരു സമൂഹം, അത് മഹാനായ മർഹൂം താജുൽ ഉലമാ ഖദ്ദസല്ലാഹു സിർറഹു മഹാനവറുകളുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഖാദിമീങ്ങൾ തന്നെയാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. മറ്റുള്ളവരെ സനദും നോക്കി ഇങ്ങനെ നടക്കുക. സുബ്ഹാനല്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ബഹുമാനിക്കാൻ സനദും നോക്കി നടക്കുക. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അവർക്ക് സാലിഹീങ്ങളുടെ ചരിത്രം അറിയില്ല, അവർക്ക് ദീനിന്റെ നിയമം അറിയില്ല, അവർക്ക് മഹബ്ബത്ത് എന്താണെന്നറിയില്ല, ബറക്കത്ത് എന്താണെന്നറിയില്ല. അല്ലാഹു അവർക്കും നാഫിയായ ഇൽമ് നമുക്കും വേണ്ടി തരുമാറാകട്ടെ. ഞാൻ അതിലേക്കൊന്നും ഇപ്പോൾ കടന്ന് സംസാരിക്കുന്നില്ല. അതുകൊണ്ട് യഥാർത്ഥ സുന്നത്ത് ജമാഅത്ത് മുറുകെ പിടിച്ച് കൃത്യമായി 5 വക്ത് നിസ്കരിച്ച് അല്ലാഹുവിനെ ഭയപ്പെട്ട് ഏത് വാക്ക് പറയുമ്പോഴും അല്ലാഹു പൊരുത്തപ്പെടുന്നത് മാത്രം, ഏത് കാര്യം ചിന്തിക്കുമ്പോൾ അല്ലാഹു പൊരുത്തപ്പെടുന്നത് മാത്രം, ഏത് വിഷയത്തിൽ കടക്കുമ്പോഴും അല്ലാഹു പൊരുത്തപ്പെടുന്നത് മാത്രം, ആ നിലയ്ക്ക് ചിന്തിച്ച് ജീവിച്ച് മരിക്കണം. ആരോപണങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അത് മുഅ്മിനീങ്ങൾക്ക് വെച്ചതാ. നേരത്തെ ഇവിടെ പ്രസംഗിക്കുമ്പോൾ നേതാക്കൾ നമ്മൾ കേട്ടു, മയ്യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹു ഫിദ്ദീൻ. അല്ലാഹു തആല ഒരാൾക്ക് ഖൈർ ഉദ്ദേശിച്ചാൽ ദീനിൽ വിവരമുള്ളവനാക്കും. വേറൊരു ഹദീസിലുണ്ട് ബുഖാരിയിൽ തന്നെ, മയ്യുരിദില്ലാഹു ബിഹി ഖൈറൻ യുസബ്ബു മിൻഹു. അല്ലാഹു ഒരാൾക്ക് ഖൈർ ഉദ്ദേശിച്ചാൽ അയാൾക്ക് ആ വകയിൽ മുസീബത്ത് ഉണ്ടാവും. ഖൈർ ഉദ്ദേശിച്ചാൽ മുസീബത്ത് ഉണ്ടാവും. അത് ഇമാം ബുഖാരിയും സഹീഹുൽ ബുഖാരി റിപ്പോർട്ട് ചെയ്ത മറ്റൊരു ഹദീസാണ്. മഹാന്മാരായ ആളുകൾക്ക് പല മുസീബത്തുകളും പ്രയാസങ്ങളും തരണം ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അത് സ്വാഭാവികം ആണ്. അത് നന്നായിട്ട് സഹിക്കാൻ കഴിയണം. മുതഅല്ലിമീങ്ങളും മുഅല്ലിമീങ്ങളും ആലിമീങ്ങളും സുന്നത്തുൽ ഖാദിമീങ്ങളും നന്നായിട്ട് സഹിക്കാൻ സാധിക്കണം. ഇപ്പൊ പറയാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ബഹുമാനപ്പെട്ട അഹ്മദുൽ കബീർ റിഫാഇ റളിയല്ലാഹു അൻഹുവിന് ഒരാൾ കത്തയച്ചു, യാ അഅ്വർ, എടാ കോങ്കണ്ണ, യാ ദജ്ജാൽ, എടാ ദജ്ജാലെ. ആരെയാ വിളിക്കുന്നത്? റിഫാഇ ശൈഖിനെ വിളിക്കുന്നത്. യാ മുബ്തദി, സുന്നത്ത് ജമാഅത്തിന്റെ വിരോധി. യാ മൻ ബൈന മാമം ജമഅ ബൈന റിജാലി വൻ നിസാ, ആണുങ്ങളെയും പെണ്ണുങ്ങളൊക്കെ ഒരുമിച്ച് കൂട്ടി തോന്നിയാസം ചെയ്യുന്ന മനുഷ്യ. ഇതൊക്കെ ആരെയാ വിളിക്കുന്നത്? റിഫാഇ ശൈഖിനെയാണ്. പറഞ്ഞു പറഞ്ഞു ഹത്താ ദക്കറൽ കൽബ മിനൽ കൽബ്, കൽബിന്റെ മകൻ കൽബ് എന്ന് വരെ വിളിച്ചു. ആരാ? സാധാരണക്കാരനല്ല, ഒരു മുസ്ലിയാരാ, ഇബ്രാഹിമുൽ മുസ്തി എന്ന് പറഞ്ഞൊരു പണ്ഡിതനാ. ഇതൊക്കെ റിഫാഇ ശൈഖ് റളിയല്ലാഹു അൻഹുവിനെ ആക്ഷേപിച്ചുകൊണ്ട് കത്തയച്ചു. കൽബിന്റെ മകൻ കൽബേ എന്ന് വരെ വിളിച്ചു. കൽബ് എന്ന് പറഞ്ഞാൽ അറിയാമോനെ? കൽബ് എന്ന് പറഞ്ഞാൽ അർത്ഥം അറിയില്ല. തൊട്ടാൽ 7 പ്രാവശ്യം കേൾക്കുന്ന ജീവിയാണ്. ഞാൻ പിന്നെ അർത്ഥം പറയാത്ത എന്താ അറിയോ? ഇപ്പൊ ക്ലിപ്പിങ്ങിന്റെ കാല. ഇബ്രാഹിം മുസ്തി എഴുതിയ ആ കത്തുണ്ടല്ലോ, അതിന് ഞാൻ അർത്ഥം വെച്ചാൽ ഇബ്രാഹിം മുസ്തി പറഞ്ഞു എന്ന് എഴുതി എന്ന് പറഞ്ഞ് അങ്ങോട്ട് കട്ട് ചെയ്തിട്ട് ഞാൻ പറയുന്നതായിട്ട് എന്റെ സൗണ്ട് കേൾപ്പിക്കും. എന്നിട്ട് വരും കണ്ടോ ഇയാൾക്ക് സംസ്കാരമില്ല എന്ന് പറയും. അങ്ങനത്തെ ഒരുപാട് മീഡിയകളും പത്രങ്ങളും ഉള്ള കാലാണ്. അതുകൊണ്ട് ഞാൻ അർത്ഥം പറയാത്തത്. കൽബമിനൽ കൽ, അങ്ങനെ കൽബിന്റെ മകൻ കൽബേന്ന് വരെ ആരെ വിളിച്ചു? റിഫാഇ ശൈഖിനെ വിളിച്ചു. ഈ കത്ത് കിട്ടിയിട്ട് റിഫാഇ ശൈഖ് എന്താ ചെയ്തത്? റിഫാഇ ശൈഖ് അതിലൊന്ന് വായിച്ചു, ഒട്ടൊക്കെ വായിച്ചു കിട്ടി ഒരു മറുപടി കത്ത്. ആ മറുപടി കത്ത് എന്താ എഴുതിയോ? ഓ ഗുരുവര്യരെ, നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ എന്നോട് പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ, അതിനെപ്പറ്റി എനിക്ക് പറയാനുള്ളത് ഒരു കാര്യമാ. എന്താ? ലസ്തൂബാലിമൻ റമാനി ബിരീബതി ഇദാ കുന്തു ഇൻദല്ലാഹി വഹിറ മുരീബി. എന്നാര് എന്തിന്റെ പേരിൽ സംശയിച്ചാലും എനിക്കതൊരു പ്രശ്നമല്ല. അല്ലാഹുവിന്റെ അടുക്കൽ ഞാൻ ക്ലിയറായാൽ മതി എന്ന് ചൊല്ലിയതിനു ശേഷം മറുപടി എഴുതി. ആ മറുപടിയിൽ എഴുതി, നിങ്ങൾ എന്നെ സംബന്ധിച്ച് പറഞ്ഞ വിഷയങ്ങളുണ്ടല്ലോ, അതാ ഇന്നല്ലാഹ ഖലഖനീ കമാ യശാ വസ്കനനീ ഫീമാ യശാ. അല്ലാഹു എന്നെ ഉദ്ദേശിച്ചതുപോലെ സൃഷ്ടിച്ചിരിക്കുന്നു, അവൻ ഉദ്ദേശിച്ച സ്ഥലത്ത് എന്നെ താമസിപ്പിച്ചിരിക്കുന്നു. എന്റെ എല്ലാ കാര്യവും അവന്റെ തീരുമാനപ്രകാരം നടക്കുകയാണ്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ എനിക്കൊരു സദഖ ചെയ്യണേ. ആ സദഖ എന്താണ്? നിങ്ങൾക്ക് എന്നെ കൊണ്ട് വല്ല പ്രയാസവും വന്നിട്ടുണ്ടെങ്കിൽ അതൊന്ന് എനിക്ക് ക്ഷമിക്കണേ, പൊരുത്തപ്പെടണേ. ഞാനൊന്ന് നന്നാകാൻ നിങ്ങളൊന്ന് പ്രാർത്ഥിക്കണേ. ഇശലുകെട്ടേ ഹത്തൊന്ന് ഇബ്രാഹിം എന്നവർ എഴുതിക്കൊടുത്താരേ ഉത്തീരം ചൊന്നവർ.
ഓ സുഹൃത്തുക്കളെ, ആ മറുപടിയിൽ എഴുതിയത് അങ്ങനെയാണ്. അതേ, വളരെ മാനമായ മറുപടിയാണ്. ആ മറുപടി കണ്ടപ്പോൾ അപ്പോൾ മാറൂഹത്ത് നോക്കി പാശം നോക്ക്, അറിഞ്ഞില്ല ഞാനീവർ പൊരീശായെന്നോവർ. ഇത്ര വലിയ വിശാലതയുള്ള മനസ്സിന്റെ ഉടമയാണ് ഈ മഹാനെന്ന് പണ്ഡിതനായ അസൂയ വെച്ച് നടന്ന ഞാൻ അറിഞ്ഞില്ല. ഇബ്രാഹിമുൽ ബുസ്തി പോയിട്ടതാ മാപ്പ് ചോദിക്കുന്നു. വലിയ വലിയ മഹാന്മാർ ആക്ഷേപങ്ങളും പ്രയാസങ്ങളും ഒക്കെ കേട്ടവർ തന്നെയാണ്. അത് അവരെ പിന്തുടർന്ന് ജീവിക്കുന്നവർക്കും ഖിയാമത്ത് നാൾ വരെ ഉണ്ടാവും. അത് പേടിച്ചിട്ട് ഇൽമ പറയാതിരിക്കാനോ അല്ലെങ്കിൽ ഇൽമ പ്രചരിപ്പിക്കാതിരിക്കാനോ ഇൽമ പഠിക്കാതിരിക്കാനൊന്നും പറ്റില്ല. നമ്മൾ ഇൽമുമായിട്ട് ഇങ്ങനെ പോവാം. നമുക്ക് ആരോടും വൈരാഗ്യമില്ല, ഒരാളോടും വിദ്വേഷമില്ല. ഇബ്രാഹിം അദ്ദേഹം റളിയല്ലാഹു അൻഹു ഇങ്ങനെ പോകുന്നു. ഒരു ചങ്ങാതി കള്ളു കുടിച്ച് ഇങ്ങനെ കിടക്കുന്നു. കാള് കുടിച്ച് കിടക്കുന്നത് അടുക്കിയത് കൊണ്ട് മണത്തിട്ട് അടുത്തൂടാ, ദുർഗന്ധം കൊണ്ടൊക്കെ അടുത്തൂടാ. മൂപ്പർക്ക് വല്ലാത്ത വിഷമം. പഠിച്ചവനെ, ഇയാള് ഈ നാവ് കൊണ്ട് ദിക്റും ചൊല്ലിയിട്ടുണ്ടാവൂലേ, അള്ളാന്റെ പേര് പറഞ്ഞ ഈ നാവും വായും ഈ നജസ് കൊണ്ട് ഇങ്ങനെ മോശമായല്ലോ, അള്ളാ കുറച്ച് വെള്ളം എടുത്തോണ്ട് ഇവൻ ബോധം കെട്ട് വീണിരിക്കുകയാണ് ഈ കള്ളുടിയനെ. ഇബ്രാഹിം അദ്ദേഹം തങ്ങൾ കുറച്ച് വെള്ളം കൊണ്ടുപോയിട്ട് ഇവന്റെ വായും നാവൊക്കെ കഴുകിയ, ആ ബോധം ഇല്ലാത്ത സമയത്തൊന്ന് കഴുകിയിട്ട് മൂപ്പരങ്ങ് പോയി. അപ്പൊ കുറെ കഴിഞ്ഞപ്പോ ബോധം തെളിഞ്ഞു. ബോധം തെളിഞ്ഞപ്പോ ഒരാൾ വിളിച്ചു പറഞ്ഞു ഇവനോട്, എടോ നീ ഇങ്ങനെ കേൾക്കുന്നതിന് ഇബ്രാഹിം അദ്ദേഹം തങ്ങൾ കണ്ടിട്ട് വായ കഴുകിയിട്ടാ പോയത്. ഇവനാകെ നാണക്കേടായി, അള്ളാഹുവിനോട് തൗബ ചെയ്ത് നന്നായിപ്പോയി. ഇബ്രാഹിം അദ്ദേഹം റളിയല്ലാഹു അൻഹു ഉറക്കി കേൾക്കുകയാണ്, നിങ്ങൾ എന്റെ പേരിനെ ബഹുമാനിച്ച് അദ്ദേഹത്തിന്റെ വായ നന്നാക്കിയല്ലോ, അതിനാൽ നിങ്ങൾ കാരണമായി ഞാൻ അദ്ദേഹത്തിന്റെ മനസ്സും നന്നാക്കിയിരിക്കുന്നു. ആ തമ്മാടിയ മനുഷ്യൻ തൗബ ചെയ്ത് നന്നായിപ്പോയി. ഓ സുഹൃത്തുക്കളെ, ആത്മാർത്ഥമായ പ്രവർത്തനം, അള്ളാഹുവിന്റെ പൊരുത്തം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രവർത്തനം, ആ പ്രവർത്തനത്തിന് അള്ളാഹു തരുന്ന ഫലം നമുക്ക് എണ്ണിക്കണക്കാക്കാൻ കഴിയില്ല. അതിന്റെ പേരിൽ ആർക്കെല്ലാമാണ് ഈമാനിന്റെയും തഖ്വയുടെയും ഇൽമിന്റെയും വെളിച്ചം കിട്ടുന്നതെന്നറിയില്ല. അതുകൊണ്ട് അത്തരത്തിലുള്ള സർവ പ്രവർത്തനങ്ങളിലും നമ്മൾ സജീവമായി മുന്നേറണം. നമ്മൾ ചൂടാകാൻ പാടില്ല, ദേഷ്യം പിടിക്കാൻ പാടില്ല. അബൂ ഉസ്മാനിൽ ഇരീദ് പറഞ്ഞ ഒരാളുടെ വലിയൊരു മഹാനാണ്. ഒരു ദിവസം ചെറുപ്പക്കാരൻ, ഉസ്താദേ എന്റെ വീട്ടിൽ വന്ന് ഭക്ഷണം കഴിക്കണം കൊടുക്കും. അങ്ങനെ മൂപ്പര് പോയി. മൂപ്പര് ഗേറ്റിന്റെ അടുത്തെത്തിയവൻ, ഉസ്താദേ ഇപ്പൊ എന്റെ മനസ്സിൽ തോന്നുന്നു നിങ്ങൾ അങ്ങോട്ട് കേട്ടണ്ട, ഞങ്ങൾ പോയിക്കൊള്ളിയുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, നമ്മക്കാണ് ഇനി എന്തെങ്കിലും ചൂടാകാൻ ബാക്കിയുണ്ടാവും. മൂപ്പര് മടങ്ങിപ്പോയി. മടങ്ങി കുറെ അപ്പുറത്തെത്തി. ഏകദേശം മൂപ്പര വീട്ടിന്റെ അടുത്തെത്തിയപ്പോ ഈ ചെറുപ്പക്കാരൻ പിന്നാലെ ഓടിപ്പഞ്ഞു, ഉസ്താദേ എന്നോട് മാപ്പാക്കണം, എനിക്കങ്ങനെ ഒരു അബദ്ധം പറ്റിയതാണ്, നിർബന്ധമായിട്ട് എന്റെ പുറത്ത് വരണമെന്നാണ്. മൂപ്പര് രണ്ടാമത് പിന്നെയും വന്ന് പൊരന്റെ അടുത്തെത്തി, ഗേറ്റിന്റെ അടുത്തെത്തി പറഞ്ഞു, ഇപ്പൊ എനിക്ക് പിന്നെയും തോന്നുന്നു ഉസ്താദ് നിങ്ങൾ അങ്ങോട്ട് കേട്ടണ്ട, ഞങ്ങൾ മടങ്ങിപ്പോണമെന്ന്. മൂപ്പരങ്ങനെ തന്നെ മടങ്ങിപ്പോയി. അങ്ങേ തലക്കത്ത് പിന്നെയും പോയി. ഉസ്താദെ 2 പ്രാവശ്യം ഞാൻ ചെയ്ത് മഹാതെറ്റായി പോയി, ഇനി നിങ്ങളൊന്നും എന്റെ വീട്ടിൽ കയറാൻ ഞങ്ങൾക്ക് മനസ്സമാധാനം ഉണ്ടാവില്ല, നിങ്ങളൊന്ന് നിർബന്ധമായിട്ടും വരണം, ഞാൻ തൗബ ചെയ്തു. മൂപ്പര് പിന്നെയും വന്നു. ഇങ്ങെത്തിയപ്പോ പിന്നെയും പറഞ്ഞാൽ എന്നെ 4 പ്രാവശ്യം മടക്കി അയച്ചു. സുബ്ഹാനല്ലാഹ്, നമ്മളൊരു പിരിവിന് പോയിട്ട് ഒരാൾ മടക്കി അയച്ചിട്ട് എത്ര പൈസ പിടിക്കും നമുക്ക്? 5 പൈസ തരാണ്ട് മടക്കി അയച്ചാൽ. ഇത് ക്ഷണിച്ചു കൊണ്ടുപോയിട്ടായി മടക്കി അയച്ചത്. മൂപ്പർക്ക് ഒരു ചൂടുമില്ല. 4 പ്രാവശ്യം മടങ്ങിപ്പോയി. എന്നിട്ടോ 4ാമത്തെ പ്രാവശ്യം മൂപ്പരോട് പറഞ്ഞു, ഒന്നും വിചാരിക്കരുത് ഉസ്താദേ, ഞാൻ നിങ്ങളെ സ്വഭാവം പരിശോധിച്ച് നോക്കിയതാ. നിങ്ങളൊരു അള്ളാഹുവിനെ ഭയപ്പെടുന്ന, അള്ളാഹിനെ സ്നേഹിക്കുന്ന, എന്തു ക്ഷമിക്കാൻ തയ്യാറാകുന്ന ഒരു പണ്ഡിതനാണോ അല്ലേ എന്ന് ഞാനൊന്ന് പരിശോധിച്ചു നോക്കിയതാ. അതിൽ ഞാൻ തോറ്റുപോയി, നിങ്ങൾ വിജയിച്ചു അന്ന് പറഞ്ഞു. മൂപ്പരെ ബഹുമാനം ഇങ്ങനെ പറയാൻ തുടങ്ങി. നേരെ മൂപ്പരെന്താ പറഞ്ഞറിയോ? ലാ തംദഹനി, മോനെ എന്റെ ബഹുമാനമൊന്നും നീ പറയണ്ടോ. ഈ അലാ ഖുലുഖിൻ, ഞാനിപ്പോ കാണിച്ച ഈ സ്വഭാവം ഉണ്ടല്ലോ, അത് എല്ലാ നായ്ക്കളും കാണിക്കുന്ന സ്വഭാവമാണ്. നീ ഒരു നായക്ക് കുറച്ചൊരു മാംസത്തിന്റെ കഷ്ണം കാണിച്ചിട്ട് വിളിച്ചു നോക്ക്, നായ വരൂ. എന്നിട്ട് അടുത്തെത്തുമ്പോ നീ തെളിച്ചങ്ങ് ഓടിച്ചു നോക്ക്, അതങ്ങ് പോവും. പിന്നെ അതേ ഇറച്ചി കാണിച്ച് വിളിച്ചു നോക്ക്, അത് വരൂ. പിന്നെ നീ തെളിച്ച് ഓടിച്ചു നോക്ക്, അതങ്ങ് പോവും. പിന്നെ നീ ഇറച്ചി കാണിച്ച് വിളിച്ചു നോക്ക്, അത് വരും. ഒരു നായന്റെ സ്വഭാവം ഉള്ളതിന് നീ എന്തിനാ എന്നെ ബഹുമാനിക്കുന്നു? നീ എന്തിനാ എന്റെ ബഹുമാനം പറയുന്നത്? എന്നെ എന്തിനാ പതിവ് പറയുന്നത്? അപ്പൊ മഹാന്മാർ
അവരുടെ കൽബിൽ ഞാനൊരു വലിയവനാണെന്ന ചിന്ത ഒരിക്കലുമില്ല. ഞാനതാക്കിയെന്നോ ഞാനിത് തിരിച്ചുവെന്നോ ഞാനൊരു നല്ലവനാണെന്നോ ഉള്ള ധാരണ അവരുടെ മനസ്സിലില്ല. അതുണ്ടാകുന്നത് അഹങ്കാരമുള്ളവർക്കാണ്. അതല്ലേ ഖുർആൻ പ്രത്യേകമായി സത്യം ചെയ്ത് ലാ ഉഖ്സിമു ബിഹാദൽ ബലദ് വഅൻത ഹില്ലും ബിഹാദൽ ബലദ് വവാലിദിൻ വമാ വലദ് ലഖദ് ഖലഖ്നൽ ഇൻസാന ഫീ കബദ് അയഹ്സബു അൻ ലൻ യഖ്ദിറ അലൈഹി അഹദ്. അഹങ്കാരമുള്ളവന് തോന്നും ആർക്കാണ് എന്നെ എന്താ ചെയ്യാൻ കഴിയുക? അതൊക്കെ അഹങ്കാരിയുടെ ചോദ്യമാണ്. സത്യം ചെയ്തുകൊണ്ട് അല്ലാഹു തആല പറഞ്ഞില്ലേ, മനുഷ്യൻ ക്ലേശത്തിലാണ്, മനുഷ്യൻ ബുദ്ധിമുട്ടിലാണ്. ഏത് അമേരിക്കയുടെ പ്രസിഡന്റിന് സ്വന്തം വായിൽ പല്ലുവേദന വന്നാ തടുക്കാൻ കഴിയോ? സുബ്ഹാനല്ലാഹ്. ഏത് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയോ ഭരണാധികാരിയോ ആണെങ്കിൽ ഊരവേദന വരുമ്പോ തടുക്കാൻ കഴിയോ? വയറ്റിൽ വേദന വന്നാൽ തടുക്കാൻ കഴിയോ? ആർക്കാണ് സ്വന്തം വയറ്റിൽ ഭരണമുള്ളത്? ആർക്കാണ് സ്വന്തം വായിൽ ഭരണമുള്ളത്? ആർക്കാണ് സ്വന്തം ഊരയിൽ ഭരണമുള്ളത്? ഓ സുഹൃത്തുക്കളെ, നമ്മളൊക്കെ ചെറിയ ചെറിയ സ്ഥാപനങ്ങൾ നടത്തുമ്പോ നമ്മളെ മനസ്സിൽ നമ്മളതിന്റെ ഭരണാധികാരി എന്ന് തോന്നണ്ട. പള്ളി പ്രസിഡന്റ് ഞാൻ പള്ളി പ്രസിഡന്റ് എന്ന് തോന്നണ്ട. അതുപോലെ തന്നെ ഞാനും ഒരു ചെറിയ സ്ഥാപനമൊക്കെ നടത്തുന്ന ആളാണ്. എന്റെ മനസ്സിൽ ഞാനൊരു സ്ഥാപനത്തിന്റെ ഭരണാധികാരി എന്ന് തോന്നണ്ട. എന്റെ സ്വന്തം രോമത്തിൽ എനിക്ക് ഭരണമില്ല. കൊടകിൽ ഞാൻ ആദ്യകാലത്ത് വന്ന് പ്രസംഗിക്കുമ്പോ എന്റെ താടിയിൽ കറുത്ത രോമമല്ലാതെ വെളുത്ത ഒരൊറ്റ രോമമില്ല. പക്ഷെ എന്റെ വീട്ടിന്റെ ചുമരിന്റെ പെയിന്റ് മാറ്റുമ്പോ ഞാനറിയാതെ മാറ്റിയാൽ എനിക്ക് ദേഷ്യം പിടിക്കും. പക്ഷേ എന്റെ ഈ താടിയിലെ രോമത്തിന്റെ കളറ് മാറ്റുമ്പോ എന്നോടൊരൊറ്റ അക്ഷരം ചോദിച്ചിട്ടില്ല. ഇപ്പൊ താടിയിലേക്ക് നോക്കിയാൽ കേരള നിയമസഭ പോലെ പ്രതിപക്ഷാണോ കൂടുതൽ ഭരണപക്ഷാണോ കൂടുതൽ എന്ന് മനസ്സിലാകുന്നില്ല. ആ രൂപത്തിൽ വെളുപ്പും കറുത്തും വർക്കും ഒരുപോലെയായിപ്പോയി. സുഹൃത്തുക്കളെ, ആർക്കാണ് ഇവിടെ ഭരണമുള്ളത്? ഭരിക്കുന്നവനൊന്നേ ഉള്ളൂ, രാജാവൊന്നേ ഉള്ളൂ, കൊടുക്കുന്നവനൊന്നേ ഉള്ളൂ, തടയുന്നവനൊന്നേ ഉള്ളൂ, അധികാരമുള്ളവനൊന്നേ ഉള്ളൂ. അവനാണ് അല്ലാഹ്. അയഹ്സബു അൻ ലൻ യഖ്ദിറ അലൈഹി അഹദ്. ആർക്കും അവനെ ഒന്നും ചെയ്യുകയില്ലെന്ന് ഒരാൾക്കും തോന്നണ്ട. നന്ദിയില്ലാത്ത മനുഷ്യന് തോന്നിപ്പോകും, വിചാരിച്ചു പോകും ആർക്കും എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന് തോന്നിപ്പോകും. അയഹ്സബു അൻ ലൻ യഖ്ദിറ അലൈഹി അഹദ്. അതേ, അയഹ്സബു വയഖൂലു അഹ്ലഖ്തു മാലൻ ലുബദാ. ഞാൻ ധാരാളം പണം ചെലവഴിച്ചിട്ടുണ്ട്. എന്തിനാ ചെലവഴിച്ചത്? സുന്നത്ത് ജമാഅത്തിനെതിരായിട്ടാണോ? ദീനിനെതിരായിട്ടാണോ? അപകടം പറ്റി കേട്ടോ. അയഹ്സബു അൻ ലം യറഹു അഹദ്. ആരും കാണുന്നില്ലെന്നാണോ വിചാരം? രഹസ്യങ്ങളല്ല കാണുന്നുണ്ട്, പരസ്യങ്ങളല്ല കാണുന്നുണ്ട്. രഹസ്യമായി പറയുന്നതല്ല കേൾക്കുന്നുണ്ട്, പരസ്യമായി പറയുന്നതല്ല കേൾക്കുന്നുണ്ട്. അയഹ്സബു അൻ ലം യറഹു അഹദ്. അലം നജ്അൽ ലഹു ഐനൈനി വലിസാനം വശഫതൈനി വഹദൈനാഹു നജ്ദൈൻ. അവന് നമ്മൾ രണ്ട് കണ്ണ് കൊടുത്തിട്ടില്ലേ? കണ്ണ് മെഡിക്കൽ കോളേജിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കാൻ കഴിയോ? വല്ല ഫാക്ടറിയിൽ നിന്നും കണ്ണ് അതാ ഉണ്ടാക്കാൻ കഴിയോ? അലം നജ്അൽ ലഹു ഐനൈനി വലിസാനം വശഫതൈൻ. അതേ, നമ്മളതാ അവന് നാവർക്ക് നമ്മൾ നാവ് കൊടുത്തിട്ടില്ലേ? ആ നാവ് ദിക്റ് ചൊല്ലാനല്ലേ, ഖുർആൻ ഓതാനല്ലേ, നല്ലത് പറയാനല്ലേ? ഗീബത്തിനാണോ, നമീമത്തിനാണോ, ഫിത്നക്കാണോ, ഫസാദിനാണോ, ഏഷണിക്കാണോ, ഭീഷണിക്കാണോ? നാവ് തന്നത് അല്ലാഹുവിന് നന്ദി ചെയ്യാനല്ലേ? ആ നാവ് അത്ഭുതമല്ലേ? വെറും ഒരു മാംസകഷ്ണമല്ലേ? അതിങ്ങനെ സൗണ്ടിതാ ആ നാവ് ചലിപ്പിക്കുമ്പോൾ കിട്ടുകയല്ലേ? അതും ഓരോരുത്തരുടെ സൗണ്ടും വ്യത്യസ്തമല്ലേ? അത്ഭുതമല്ലേ നാവിന്റെ കാര്യം? അലം നജ്അൽ ലഹു ഐനൈനി വലിസാനം വശഫതൈൻ. ആ നാവ് കൊണ്ട് സംസാരിക്കുമ്പോ ഈ ചുണ്ടുകളില്ലായിരുന്നുവെങ്കിൽ, ഈ കവിൾത്തടമില്ലായിരുന്നുവെങ്കിൽ ഫോട്ടോ എടുത്താൽ എങ്ങനെ ഉണ്ടാകൂന്ന് പറയണോ? വെള്ളം കുടിക്കുമ്പോൾ എങ്ങനെ ഉണ്ടാവും എന്ന് പറയണോ? സംസാരിച്ച ആ സൗണ്ട് തന്നെ കിട്ടുവോ? ഈ രണ്ട് നല്ല സുന്ദരമായ ചുണ്ടുകളും അല്ലാഹു തന്നിട്ടില്ലേ? അതേ, വഹദൈനാഹു നജ്ദൈൻ.
പൊങ്ങി നിൽക്കുന്ന രണ്ട് വഴികൾ പോലെ നിങ്ങൾക്കെല്ലാവർക്കും വ്യക്തമായി ബോധ്യപ്പെടുന്ന വിധം ഹിദായത്തിന്റെ വഴിയും വലാലത്തിന്റെ വഴിയും രണ്ട് വഴികൾ അല്ലാഹു കാണിച്ചു തന്നിട്ടില്ലേ? ആ ഹിദായത്തിന്റെ വഴി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച വഴിയാണ്, സ്വഹാബത്ത് പഠിപ്പിച്ച വഴിയാണ്, താബീങ്ങൾ പഠിപ്പിച്ച വഴിയാണ്, മുൻഗാമികൾ പഠിപ്പിച്ച വഴിയാണ്. അവിടെ തറാവീഹ് 20 ഉള്ളൂ. ആ വഴിയിൽ ജുമുഅ ഖുതുബ അറബിയിലേ ഉള്ളൂ. ആ വഴിയിൽ ജുമുഅക്ക് 2 ഖുതുബേ ഉള്ളൂ. മിമ്പറിന്റെ ചോട ഒരു ഖുതുബയും പിന്നെ അതാ മറ്റൊരു ഭാഷയിൽ മേലെ 2 ഖുതുബയും, അങ്ങനെ ഒരു 3 ഖുതുബയില്ല. നബിയും സഹാബത്തും പഠിപ്പിച്ച വഴിയിൽ അറബിയിലുള്ള 2 ഖുതുബേ ഉള്ളൂ. അറബിയിലുള്ള ജുമയുള്ളൂ. 20 റകഅത്ത് തറാവിയേ ഉള്ളൂ. പുരുഷന്മാര് ജുമുഅ ജമാഅത്തിന് പങ്കെടുക്കലേ ഉള്ളൂ. ആ നബിയും സഹാബത്തും പഠിപ്പിച്ച വഴിയിൽ മയ്യിത്ത് കൊണ്ടുപോകുന്ന ദിക്റുണ്ട്, മയ്യിത്തിന്റെ പേരിൽ ഭക്ഷണം കൊടുക്കലുണ്ട്, അതേ മയ്യിത്തിന്റെ പേരിൽ ധർമ്മം ചെയ്യലുണ്ട്, മയ്യിത്തിന്റെ പേരിൽ ഖുർആനോത്തുണ്ട്, മയ്യിത്തിന്റെ പേരിൽ ദിക്റുണ്ട്. ആ നബിയും സഹാബത്തും പഠിപ്പിച്ച വഴിയിൽ ഹബീബായ നബിതങ്ങളെ വിളിക്കലുണ്ട്, നബിതങ്ങളോട് തേടലുണ്ട്, നബിതങ്ങളെ തവസ്സുലാക്കലുണ്ട്. അതല്ലേ അബൂ ജഅഫറിൽ മൻസൂർ എന്ന് പറയുന്ന ഗവർണറോട് ഇമാം ബുഖാരിയുടെ ഉസ്താദിന്റെ ഉസ്താദും കൂടിയായ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ഖുർആൻ ഓതി തെളിവ് പറഞ്ഞുകൊണ്ട് പറഞ്ഞത് ബലിസ്തഖ്ബിൽഹു വസ്തശ്ഫീ ബിഹി. നബിതങ്ങളിലേക്ക് മുന്നിട്ട് നിന്നോ, നബിതങ്ങളോട് റെക്കമെന്റ് തേടിക്കോ. വലവു അന്നഹും ളലമു എന്ന ആയത്ത് അതാണ് പഠിപ്പിക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞതല്ല, ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞതാണ്. 4 മദ്ഹബിന്റെ അയിമ്മത്തും സാലിഹീങ്ങളും നടന്ന വഴി അത് സുന്നത്ത് ജമാഅത്തിന്റെ വഴിയാണ്. അവിടെയാണ് ഹിദായത്ത്. ഹുവല്ലദീ അർസല റസൂലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലി വലൗ കരിഹൽ കാഫിറൂൻ. ഏത് അവിശ്വാസികൾ നന്ദിയില്ലാത്തവർ അതിനെ വെറുത്താലും സുന്നത്ത് ജമാഅത്തിന്റെ വഴി, ഹിദായത്തിന്റെ വഴി, ആ വഴി പിന്തുടർന്ന് ജീവിച്ച് മരിക്കണം. ആ അൽ ഹുദാ അതിന്റെ പ്രകാശം ചെറിയാനുള്ളതാണ് അൻവാറുൽ ഹുദാ. ഞാനിതിന്റെ പ്രസിഡന്റാണ്, ഇതിന്റെ പ്രവർത്തകന്മാരിങ്ങനെ പറയാണ്, ഞാനിതിന് ഒരു ഖിദ്മത്തും ചെയ്യാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. ഞാൻ എപ്പോഴെങ്കിലും ഇതിൽ പോകുമ്പോൾ സമയമുണ്ടെങ്കിൽ ഇവിടെ ഒന്ന് കയറും, ഇവിടുന്ന് ചിലപ്പോ ഒന്ന് കയറി കുട്ടികളെ കാണും, ഉസ്താദ്മാരെ കാണും. ഇതിലപ്പുറം ഒരു ഖിദ്മത്തും എനിക്കിതിന് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അപ്പൊ ഞാൻ ഉസ്താദ് കാന്തപുരം ഉസ്താദ് ഒരു ദിവസം എന്നോട് പറഞ്ഞു, നീയല്ലേ എന്റെ പ്രസിഡന്റ് എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ പ്രസിഡന്റാണ് എന്ന് അവർ പറയുന്നുണ്ട്, എന്നോട് നിങ്ങൾ പ്രസിഡന്റാണ് ഞങ്ങൾ എഴുതുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്, സമ്മതമൊക്കെ എടുത്തിട്ടുണ്ട്. എന്റെ അടുത്ത് വന്നിട്ട് ഞാൻ പറഞ്ഞത്, പക്ഷേ എനിക്കൊരു സേവനവും അതിന് ചെയ്തു കൊടുക്കാൻ കഴിയില്ല. പുസ്തകത്തിന്റെ പേര് അതിനുണ്ടായാലാണ് അതിന്റെ സേവനമെങ്കിലോ അങ്ങനെയൊക്കെ തന്നെയാണ് സേവനം. അതുകൊണ്ട് സുഹൃത്തുക്കളെ, പ്രസിഡന്റ് എന്ന് പറയുമ്പോൾ ഹസനി ഉസ്താദും കൂട്ടുകാരും തങ്ങളും ഇവരൊക്കെ ഒരുപാട് പ്രവർത്തിച്ചിട്ട് ഒരുപാട് അധ്വാനിച്ചിട്ടാണ് ഇത് ഇത്രയും ആയി തീർന്നത്. അല്ലാഹു തആല ഇനിയും ഒരുപാട് അധ്വാനിക്കാനും ഒരുപാട് ഉയർത്താനും വളർത്താനും അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. നമ്മുടെ എല്ലാ സ്ഥാപനങ്ങളും അല്ലാഹു തആല പുരോഗമിപ്പിച്ചു തരുമാറാകട്ടെ. സിറാജുൽ ഹുദ 25 കൊല്ലായി. ആ സിറാജുൽ ഹുദയുടെ സിൽവർ ജൂബിലി കൊണ്ടാടാൻ വേണ്ടി തീരുമാനിച്ച് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇപ്പോഴൊന്നുമല്ല, ഈ ഡിസംബർ കഴിഞ്ഞിട്ട് അടുത്ത ഡിസംബർ 1, 2, 3, 4 തീയതികളിൽ സിൽവർ ജൂബിലി നടത്താൻ തീരുമാനിച്ചു. അതിന്റെ എല്ലാ പ്രചരണങ്ങളും പ്രവർത്തനങ്ങളും എല്ലാവരും നടത്തണം. അത് ഒരു അൽ ഹുദ തന്നെയാണ്, സിറാജുൽ ഹുദ. അതുകൊണ്ട് വന്നാണ് അൻവാറുൽ ഹുദ. അതുകൊണ്ട് നിങ്ങളെല്ലാവരും സുന്നത്ത് ജമാഅത്തിന്റെ എല്ലാ പ്രവർത്തനം, അതുപോലെ നമ്മുടെ കൊട്ടമ്പടിയിലുള്ള അതിന്റെ പേര് മർക്കസുൽ ഹുദ അല്ലേ, മർക്കസുൽ ഹിദായ. ഹിദായത്തും ഹുദയും രണ്ടും ഒന്ന് തന്നെയാണ്. ഹുദ എന്ന് പറഞ്ഞാലും സന്മാർഗം ഒന്നാണ്, ഹിദായ എന്ന് പറഞ്ഞാലും സന്മാർഗം തന്നെയാണ്. അപ്പോ അങ്ങനെ നമ്മുടെ എല്ലാ സ്ഥാപനങ്ങളും ഉയർത്താനും വളർത്താനും എല്ലാവരും ശ്രമിക്കണം. കഴിവിന്റെ പരമാവധി എല്ലാവരും സഹായിക്കണം. സഹായം എന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കും ഓരോ സഹായമാണ്. ഇമാം ബുഖാരി തന്നെ റിപ്പോർട്ട് ചെയ്തൊരു ഹദീസിന് നല്ലൊരു സദഖ ചെയ്യണമെന്ന്. ഒരാൾ ചോദിച്ചു, കയ്യൂലെങ്കിലും ഒന്ന്, കയ്യൂലെങ്കിൽ പണിയെടുക്കുക, ജോലി എടുക്കുക, എന്നിട്ട് പൈസ ഉണ്ടാക്കിയിട്ട് സ്വന്തം ശരീരത്തിൽ ഉപയോഗിക്കുകയും ചെയ്യാം. സ്വന്തം ശരീരത്തിൽ ഉപയോഗിക്കുകയും ചെയ്യാം, ധർമ്മം ചെയ്യാം. അതിനും കയ്യൂലെങ്കിലും.
അതിനും കഴിയൂലെങ്കിൽ അവന്റെ ശരീരം കൊണ്ട് പാവപ്പെട്ട രോഗികൾക്കൊക്കെ ശുശ്രൂഷ നൽകുകയും കൈപിടിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യാം. അതിനും കഴിയൂലെങ്കിലോ. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അയാൾ നല്ല ഹൈറായ കാര്യം പറയാം. അതിനും കഴിയൂലെങ്കിലോ. ഇങ്ങനെ ഓരോന്നോരോന്ന് അവസാനം പറഞ്ഞു, ഒന്നിനും കഴിയൂലെങ്കിൽ ചെറു ചെയ്യാതിരിക്കുക, അതൊരു സദഖയാണ്. ഇടങ്ങാറാക്കാതിരിക്കുക, അതൊരു സദഖയാണ്. ബുഖാരിയിലുള്ള ഹദീസാണ്. അപ്പൊ സഹോദരന്മാര് ഒന്നിനും ചെയ്യാൻ കഴിയൂലെങ്കിൽ ചെയ്യുന്നവർ ചെയ്യട്ടെ വിചാരിച്ച് അതിന് ചെറു ചെയ്യാതിരിക്കുക, അതൊരു സദഖയാണ്. എല്ലാവരും സദഖ ചെയ്യണം. അവരവരുടെ കഴിവനുസരിച്ചുള്ള സദഖ എല്ലാവരും ചെയ്യണം. അല്ലാഹു തആല തന്ന നിഅമത്തിന് നന്ദി ചെയ്യണം. അല്ലാഹു നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും സാലിഹായ അമലായി സ്വീകരിക്കട്ടെ. ഇവിടെ ബഹുമാനപ്പെട്ട സുഹൈൽ തങ്ങളുണ്ട്, നല്ല ദുആ നടത്തും, നല്ല വഅദ് പറയും, എല്ലാം ചെയ്യും തങ്ങൾ. അതുകൊണ്ട് തങ്ങളെ ദുആയെല്ലാം കഴിഞ്ഞിട്ട് തങ്ങളെ കയ്യിൽ, തങ്ങന്മാരെ കൈക്ക് നബി സല്ലല്ലാഹു അലൈഹി തങ്ങളെ ശരീരത്തിന്റെ ഒരു അംശമുണ്ട് തങ്ങന്മാരെ ശരീരത്തിൽ. അപ്പൊ ആ കൈ പഠിക്കുന്നതിന് വലിയ ബർക്കത്തുണ്ട്. തങ്ങളെ കൈയാണെങ്കിൽ തങ്ങൾ എന്നെ കാണും പ്രായം കുറഞ്ഞ ആളാണ്, തങ്ങളെ കൈക്ക് വേദനയൊന്നും അതുമില്ല. അതുകൊണ്ട് തങ്ങളെ കൈ പോലെ പിടിച്ച് ഞെക്കിക്കോളിങ്ങൾ. ഞെക്കൊന്നും വേണ്ട, തങ്ങളെ കയ്യിൽ നല്ല സംഭാവന കൊടുക്കണം. ഞെക്കണ്ടിട്ട് പറഞ്ഞാല തങ്ങൾ ഞാൻ വളരെ സ്നേഹിക്കുന്ന ഒരു സയ്യിദാണ്, അതുകൊണ്ട് ഞാനങ്ങനെ തമാശ പറഞ്ഞതാ. അതുകൊണ്ട് തങ്ങളെ കയ്യിൽ നല്ല സംഭാവന കൊടുക്കണം. തങ്ങളെ ദുആഒക്കെ കഴിഞ്ഞിട്ടേ പോകാവൂ. അല്ലാഹു തആല നമ്മളെ മജ്ലിസ് ദുആക്ക് ഉത്തരമുള്ള അവൻ പൊരുത്തപ്പെട്ട മജ്ലിസ് ആക്കട്ടെ. റഹ്മാനുർ റഹീമായ റബ്ബേ, ഈ സ്ഥാപനത്തിന് വേണ്ടി ആരെല്ലാം അധ്വാനിച്ചിട്ടുണ്ടോ, ആരെല്ലാം പ്രവർത്തിച്ചിട്ടുണ്ടോ, ആരൊക്കെ സഹായിച്ചിട്ടുണ്ടോ, ആരൊക്കെ ഇവിടെ വന്നു ചേർന്നിട്ടുണ്ടോ, ആരെല്ലാം സഹകരിച്ചിട്ടുണ്ടോ, ആരൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ടോ, എല്ലാവർക്കും ദുനിയാവും ആഖിറവും നീ വിജയിപ്പിക്കണം റഹ്മാനെ. ഞങ്ങളെ പ്രവർത്തനങ്ങളെല്ലാം നീ സാലിഹായ അമലായി സ്വീകരിക്കണം റഹ്മാനെ. ഞങ്ങളെ ഇവിടെ ഒരുമിച്ച് കൂട്ടിയതുപോലെ നിന്റെ സ്വർഗത്തിൽ നീ ഒരുമിച്ച് കൂട്ടണം റഹ്മാനെ. സിദ്ധാപുരത്ത് വരുമ്പോൾ ചെറിയ കുട്ടി ഒരു ചെറിയ ആക്സിഡന്റ് ആയിട്ട് അല്ലാഹു തആല പൂർണ്ണമായി സലാമത്ത് നൽകട്ടെ. നമ്മളെ കൊടകിൽ ധാരാളം മുതഅല്ലിമീങ്ങൾ സിറാജുൽ ഹുദയിൽ പഠിച്ചവരും ഉണ്ട്. പഠിച്ചവരുടെ കൂട്ടത്തിൽ നമ്മുടെ ഉമർ സഖാഫി കൊണ്ടങ്ങേരി ചെറിയൊരു അസുഖമുണ്ട്, അല്ലാഹു തആല പൂർണ്ണമായി സുഖപ്പെടുത്തി കൊടുക്കട്ടെ. അതുപോലെ വേറെയും പലരും പല കാര്യത്തിനും നേർച്ചകളും സദഖകളൊക്കെ ദ്വാരക്കാൻ പറഞ്ഞവരുണ്ട്. അല്ലാഹു അവരൊക്കെ ഉദ്ദേശങ്ങൾ പൂർത്തീകരിക്കട്ടെ. നമ്മളെല്ലാവരും അല്ലാഹു സാലിഹ്യങ്ങൾ പെട്ടേ. ഇനി വേറെ ആരോ തങ്ങളല്ലാത്ത മറ്റാരുണ്ടോ? ഉസ്മാനാജിന്റെ ആശംസ ഉണ്ട്. അതിന് മുമ്പ് അത് കഴിഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് തങ്ങൾ സംസാരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ സ്ഥലത്ത് പോകാനുള്ളതുകൊണ്ട് എനിക്ക് സമ്മതം തരണം. ഞാനങ്ങനെ പോകാൻ പാടില്ലല്ലോ, എന്നാലും സമ്മതം തരണമെന്ന് അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉസ്മാനാജി സംസാരിക്കുന്നു. ആധികാരികമായിട്ട് പ്രസിഡന്റിനെ ക്ഷണിക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.